ഇന്നലെയാണ് ഈ +1 സീറ്റ് പ്രതിസന്ധിയിൽ ഒരു താൽക്കാലിക പരിഹാരമായോ എന്നുള്ളതാണ്. അതായത് മലബാറിലെ സീറ്റ് പ്രതിസന്ധിക്ക് താൽക്കാലിക ബാച്ച് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എത്രത്തോളം മലബാർ മേഖലയ്ക്ക് ഗുണമായിട്ടുണ്ട്? കാരണം സയൻസ് ബാച്ച് ഉണ്ടായിരുന്നില്ല മലപ്പുറത്ത്, സയൻസ് ബാച്ചേ ഇല്ലാതാണ്. നമുക്കറിയാം ഫുൾ A+ ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ ആഗ്രഹിക്കുന്നത് സയൻസിലേക്ക് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെയാണ് കൂടുതലായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കാർ താൽക്കാലിക ബാച്ച് അനുവദിച്ചിട്ടും +1 സീറ്റിൽ പ്രതിസന്ധി തീരാതെ മലബാർ, പാലക്കാടും കോഴിക്കോടും മലപ്പുറത്തുമാണ് ഇപ്പോഴും പ്രതിസന്ധി തുടരുന്നത്. അതേസമയം പുതുതായി ബാച്ചുകൾ അനുവദിക്കുമ്പോൾ കോടികൾ ബാധ്യത വരുമെന്ന് പറഞ്ഞ വകുപ്പ് മന്ത്രി തെക്കൻ കേരളത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിൽ ഒന്നുപോലും മലബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് ആവർത്തിച്ചിരുന്നവരാണ് ഒടുവിൽ അധിക താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചത്. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും പ്രതിസന്ധിയില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഏൽക്കാതെ വന്നതോടെയാണ് സർക്കാരിന്റെ മനമാറ്റം. പക്ഷേ നിലവിൽ അനുവദിച്ച ബാച്ചുകൾ കൊണ്ടും മലബാറിലെ പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരമായില്ല എന്നതാണ് ചിത്രം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് അനുസരിച്ച് ശേഷിക്കുന്ന സീറ്റുകൾ പരിഗണിച്ചാൽ പോലും പാലക്കാട് 4383, കോഴിക്കോട് 2250 സീറ്റുകളുടെ കുറവുണ്ട്. എന്നാൽ ഈ രണ്ട് ജില്ലകളിലേക്കും ഒരു ബാച്ച് പോലും അനുവദിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മലപ്പുറത്ത് അനുവദിച്ച 120 ബാച്ചുകളിൽ പരമാവധി എണ്ണമായ 65 വിദ്യാർത്ഥികളെ പരിഗണിച്ചാൽ പോലും 1991 സീറ്റുകളുടെ കുറവുണ്ട്. അഥവാ ശേഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം ലഭിക്കണമെങ്കിൽ സർക്കാർ മലബാറിൽ ഇനിയും കൂടുതൽ ബാച്ചുകൾ അനുവദിക്കേണ്ടി വരും. നോൺ ജോയിനിങ് വിദ്യാർത്ഥികളുടെ അടക്കം പലരുടെയും അപേക്ഷകൾ വെട്ടിമാറ്റിയതിനു ശേഷമുള്ള കണക്കാണിത്. അവരെ കൂടി ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ പ്രതിസന്ധിയുടെ ആഴം നേരിരട്ടിയാകും. അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ 14 കോടി രൂപയുടെ ബാധ്യത വരുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന. മലപ്പുറം ജില്ലയിലും കാസർഗോഡ് ജില്ലയുമായി ആകെ 138 താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിന് ഒരു വർഷം 14,90,40,000 രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത പ്രതീക്ഷിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ 74 സർക്കാർ സ്കൂളുകളിലായി 120 ഹയർ സെക്കൻഡറി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ 18 സർക്കാർ സ്കൂളുകളിലായി 18 ബാച്ചുകൾ താൽക്കാലികമായി അനുവദിക്കുന്നു. ഇതോടെ +1 പ്രവേശനം സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം കാണുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ തെക്കൻ കേരളത്തിൽ 12,940 സീറ്റുകളാണ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നത്. അതിലേക്ക് അപേക്ഷകർ പോലുമില്ല. ഈ ബാച്ചുകൾ മലബാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നുവെങ്കിൽ സാമ്പത്തിക ബാധ്യത സർക്കാരിന് ആശങ്ക സൃഷ്ടിക്കുമായിരുന്നില്ല. എന്നാൽ അതിലെ ഒരു സീറ്റ് പോലും മാറ്റാൻ തയ്യാറാവാതെയാണ് സർക്കാരിൻ്റെ ബാധ്യതയുടെ ഈ കണക്ക് പറച്ചിൽ. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ, മലപ്പുറം.